ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോസേപ്പിതാവിൻ്റെ തിരുനാൾ മാർച്ച് 19 ഇതാ എത്തി. നമുക്ക് ആഘോഷിക്കണ്ടേ? മഹോത്സവമല്ലേ യോസേപ്പിതാവിൻ്റെ തിരുനാൾ? സുവിശേഷത്തിലൊന്നും വേണ്ടത്ര ഇടം കിട്ടാതെ പോയവനാണ് യോസേപ്പിതാവ്. പിറന്നു വീഴാൻ ഈശോയ്ക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല. വർണ്ണിക്കപ്പെടാൻ യൗസേപ്പിന് സുവിശേഷത്തിലും ഇടം കിട്ടിയില്ല എന്ന് പറയുന്നതാവും ശരി. ലൂക്കാസ് സുവിശേഷൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്: ദാവീദിൻ്റെ ഗോത്രത്തിലും വംശത്തിലും പെട്ടവനാകയാൽ പേരെഴുതിക്കാനായി ബത്ലഹേമിലേക്ക് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളും ഗർഭിണിയുമായ മറിയത്തെയും കൂട്ടി പോയി എന്ന്. അപ്പം ബത്ലഹേമിലേക്ക് പോവുകയാണ്. നസ്രായനായിട്ട് ഈശോ അറിയപ്പെടണമല്ലോ. അപ്പം സിവിൽ നിയമം അനുസരിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായ യൗസേപ്പ് 71 മൈൽ സഞ്ചരിച്ചാണ് പേരെഴുതിക്കാനായിട്ട് ബത്ലഹേമിലേക്ക് എത്തുന്നതെന്ന് ഓർക്കണം. നിയമങ്ങൾ അനുസരിക്കുന്നതിൽ നിഷ്കർഷയുള്ളവനായിരുന്നു യൗസേപ്പ്. ഇത് സിവിൽ നിയമം, രാജാവിൻ്റെ നിയമം. ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നതിലും ജോസഫ് ശ്രദ്ധാലുവായിരുന്നു. ഉണ്ണീശോയെ സമർപ്പണത്തിനും വീണ്ടെടുപ്പിനുമായിട്ട് ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവിക നിയമം അനുസരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഒരുപക്ഷെ ജോസഫിന് ഒത്തിരിയേറെ ആത്മാഭിമാനം വ്രണപ്പെട്ടിട്ടുണ്ടാവണം. പ്രസവത്തിനായി ഒരു മെച്ചപ്പെട്ട സത്രം തരപ്പെടുത്തി കൊടുക്കാൻ കഴിയാതെ പോയൊരു ഭർത്താവിൻ്റെ വേദനയുണ്ടല്ലോ, ഒരാത്മാഭിമാനത്തിനേൽക്കുന്ന ക്ഷതം. അതുതന്നെ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. കുഞ്ഞിനെ സമർപ്പിച്ചാൽ അതിനെ വീണ്ടെടുക്കാൻ ഒരാട്ടിൻകുട്ടിയെ കൊടുക്കണം. ആട്ടിൻകുട്ടിയെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ജോഡി ചങ്ങാലിയോ പ്രാവിൻ കുഞ്ഞുങ്ങളെ കൊടുത്താൽ മതി. ആട്ടിൻകുട്ടിയെ കൊടുക്കാൻ കഴിവില്ലായിരുന്നു. അതുകൊണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ കൊടുത്താണ് വീണ്ടെടുക്കുന്നത്. ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടവിടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ജെറുസലേമിൽ പെസഹ തിരുനാളിന് മറിയത്തോടൊപ്പം പോകുന്ന ജോസഫിനെ സുവിശേഷകൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവിക നിയമം അനുസരിക്കുന്ന യൗസേപ്പിതാവ് 12 വയസ്സായപ്പോൾ ദേവാലയത്തിൽ കാണാതെ പോകുന്നൊരു സംഭവമുണ്ട്. പതിവായി തിരുനാളിന് പോകുന്ന ആ ദൈവകൽപ്പന അത് അനുസരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പോകുന്ന യൗസേപ്പിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവിക നിയമവും സിവിൽ നിയമവും എല്ലാം അനുഷ്ഠിക്കുന്ന നീതിമാനായ യൗസേപ്പ് പൊതുവേദികളിൽ മാത്രമല്ല, കുടുംബത്തിലും ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ഒക്കെ അങ്ങേയറ്റം നീതി പുലർത്തിയവനാണ്. അതുകൊണ്ടല്ലേ ഉളിയും കൊട്ടുവടിയുമായി അധ്വാനിച്ച് ആ കുടുംബത്തിൻ്റെ അന്നദാതാവായി മാറിയത്. നമുക്ക് യൗസേപ്പിനെ ധ്യാനിക്കാം, മാതൃകയാക്കാം. ആമേൻ.